അഭജ്ഞ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ. ഞാൻ ഈ പുസ്തകമാണ് വായിച്ചത്. മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ടെന്നാണ് ബഷീർ ഈ കഥയിലൂടെ പറയുന്നത്. താൻ വില കൊടുത്തു വാങ്ങിയ പുരയിൽ അനുവാദമില്ലാതെ കയറി വന്ന പക്ഷികൾ, ചിത്രശലഭങ്ങൾ, പാമ്പ്, പാറ്റ തുടങ്ങിയവയെ കൊല്ലാനോ അതോ ആട്ടിപ്പായിക്കാനോ അതിനൊന്നും അദ്ദേഹം നിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ തൊടിയിലുണ്ടായിരുന്ന മരങ്ങളിലെ പഴങ്ങളെല്ലാം മൃഗങ്ങളും പക്ഷികളും തിന്നു തീർക്കുകയാണെന്ന് പറഞ്ഞ് അവയെ കൊല്ലാൻ കുറേ ശ്രമിച്ചു. പക്ഷേ ബഷീർ അതിനൊന്നും സമ്മതിച്ചില്ല. ബഷീർ കുറെ പറയുമായിരുന്നു, അവയെ കൊല്ലരുത്, അവർ ഈശ്വര സൃഷ്ടികളാണെന്ന്. പക്ഷെ ബഷീറിൻ്റെ ഭാര്യ അതൊന്നും കേൾക്കുമായിരുന്നില്ല. ബഷീറിന് മൃഗങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമായിരുന്നു. അവരുടെ കൂടെ കളിക്കും. ബഷീറിൻ്റെ ഭാര്യയ്ക്കോ മൃഗങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം ബഷീറിൻ്റെ ഭാര്യ തൻ്റെ തൊടിയിലുണ്ടായിരുന്ന തെങ്ങിലെ തേങ്ങകളെല്ലാം വവ്വാലുകൾ കൊത്തിത്തിന്നുകയാണെന്ന് പറഞ്ഞ് ബഷീറിൻ്റെ അടുത്ത് കുറേ പരാതി പറയുമായിരുന്നു. ബഷീർ അതൊന്നും കേൾക്കുമായിരുന്നില്ല. ഇക്കാര്യം ബഷീറിൻ്റെ ഭാര്യ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് അവൾക്കൊരു തോക്ക് നൽകി. തോക്കുമായി ബഷീറിൻ്റെ ഭാര്യ അമ്പലത്തിനടുത്തുള്ള ആൽമരത്തിൻ്റെ അവിടെ ഒരു വവ്വാൽ കൂട്ടം താമസിച്ചിരുന്നു. വവ്വാലിനെ വെടിവെക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവിടുത്തെ കാട്ടുവാസികൾ വന്ന് ബഷീറിൻ്റെ ഭാര്യയെ ഓടിച്ചു. ബഷീറിൻ്റെ ഭാര്യ പേടിച്ച് വീട്ടിലേക്ക് ഓടി. കാട്ടുവാസികൾ അവരെ ഓടിക്കാൻ കാരണം പണ്ട് കാട്ടുവാസികളിലെ മരിച്ചവരുടെ പൂർവികരായിരുന്നു അത് എന്ന് വിശ്വസിച്ചിരുന്നു. എനിക്ക് ഈ കഥ വളരെയധികം ഇഷ്ടമായി. നിങ്ങളും ഈ കഥ വായിക്കണം. നന്ദി, നമസ്കാരം.